എന്ത് പണി 24 മണിക്കൂർ അണ്ണാക്കൊക്കെ കേട്ടല്ലോ. ടേസ്റ്റ് ഇവിടെ മുക്കാൻ മുതലില്ലാതായി പറയാം. എന്നോട് ഞാൻ പാല് വാങ്ങിക്കൊണ്ടിരാൻ പറഞ്ഞിനി. ഈ നമ്മുടെ ഷാനും ഡിവേഴ്സും ഇതിന്റെ മുന്നിൽ കൂടെ സൊസൈറ്റിയിലേക്ക് പാലുണ്ടോന്ന് അതൊന്ന് വേട്ടാ പറയാം. വെറുതെ അല്ല മുതലാളി പോയിട്ടാണ് എന്നാലും പറയുന്നത്. സാധനോട് വാങ്ങാണ്ടെങ്കിൽ ഞാൻ നേരിട്ട് വാങ്ങിക്കൊണ്ട് അന്നോട് സൊസൈറ്റി പോയി പാലാക്കാൻ പറഞ്ഞാൽ അവിടെ പോയി വാങ്ങിക്കൊണ്ടൊന്നുമില്ല. എന്നെ പഠിപ്പിക്കാൻ എടുക്കാം. മുതലാളിക്ക് ലാഭം ഉണ്ടാക്കാൻ നോക്കുക. എന്നിട്ടാ നിങ്ങൾ ഇത് പായിലേ ഇതെന്നെ പണി. മീൻ വാങ്ങാൻ വേണ്ടി ഏൽപ്പിച്ചില്ല മാർക്കറ്റിൽ പോയി കാട്ടി. എന്നിട്ടാ മീൻ വാങ്ങിക്കൊണ്ടോ? മുതലാളി അതന്നെയല്ലേ പറഞ്ഞത്. മീൻകാർ ഇതിന്റെ മുന്നിൽ കൂടെ അല്ലേ പോകല്. ഇവിടുന്ന് പുല്ലാലുമീനായ തമ്പുരാനെ ഈ പകനെ കൊണ്ട് ഞാൻ കുഴങ്ങിയല്ലോ. ഒരു പണി നമുക്ക് എടുക്കാൻ വയ്യ. 24 മണിക്കൂർ എന്തെങ്കിലും മുടങ്ങിക്കൊണ്ടിരിക്കാം. കരണ്ടൊക്കെ പോയത് നേരത്തെ പോയില്ലേ? സമാവറിൽ കയറാൻ വെള്ളം വേണ്ടേ? ഞാൻ പഞ്ചായത്ത് പോയിട്ട് പോയി കുറച്ച് വെള്ളം കൊണ്ടുവന്നാ. നീ എന്താണ് ഡൗട്ട്? ഞാന് വെള്ളം പോണ സമയത്ത് എന്റെ വേലായുധനാണ് എനിക്ക് അന്നെ തന്നത്. ഓണിന്റെ മുമ്പ് കിട്ടണം. ഇത് പെണ്ണിന്റെ മുമ്പിൽ ചെറുക്കാതെ പോയിക്കോളുന്നു. ഒരു പണി അവനെ കൊണ്ടെടുക്കാൻ കഴിയില്ല. എന്ത് പണി പറഞ്ഞാലും തർക്കുത്തര മാത്രം മഹേന് തിന്നാ 24 മണിക്കൂർ അതിന്റെ ചിന്ത. ആ വേലായുധനെ ഞാൻ എന്റെ കയ്യിൽ കിട്ടിയത് അവന്റെ മയ്യത്ത് ഞാൻ പോയി. വന്നോ? എനിക്കൊരു മുന്തിയ മുതല തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ഇവിടെ. അതിനിപ്പോ എന്താന്നല്ല, അതിനെ വള്ളി 24 മണിക്കൂർ എന്തെങ്കിലും മുടങ്ങണം. ഇവരെ പറഞ്ഞൊരു പണി അവരെ കൊണ്ട് ഇരിക്കാനും വയ്യ. കൂട്ടിങ്ങീന് വേലായുധ ഞാൻ ആളെ കുട്ടിനെ കൊണ്ട് ഈ ചക്കനാണെങ്കിൽ അവിടെ വായിക്കാൻ കാണുന്ന അവിടെ നോക്കിയാണോ ഓന്റെ പള്ള പൈപ്പിന് എന്തെങ്കിലും ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കൊടുത്തേക്കാൻ ലാഭം. കാരണം ഓൻ പറഞ്ഞ് കുന്ന് മുടിപ്പിക്കുമ്പോൾ ഈ പീടി ഞാൻ പോകേണ്ടി വരും. എന്റെ കുട്ടികളെ പറ്റി ഞാൻ ഇന്നോ അങ്ങോട്ട് കൊണ്ട് കാര്യമില്ല. അത് ചായ ആറ്റിലല്ല ഞാൻ ഓണപ്പന്തത്തിന് തന്നേന് കഴിക്കാൻ ആരും വേണ്ടോ? എന്ത് വേണ്ടോ? ഇങ്ങനെ പോള് വേറെ വെക്കല് വൈകുന്നേരം നമുക്ക് നല്ല അഞ്ചാറ് ദിവസം ഉണ്ടോ? കച്ചവടത്തിന്റെ കാര്യമൊന്നും പറയാക്കാൻ കുട്ടിയെ ഭേദം. ഇപ്പൊ മുഴുവൻ ഓൺലൈനിലാണല്ലോ. കുട്ടികളിങ്ങനെ മൊബൈലിൽ കുട്ടിങ്ങാട്ട് കുറേക്ക് സാധനം വാങ്ങുന്ന കാലല്ലേ. എന്തിനേറെ തിന്നണ മുതല് വരെ ഇപ്പൊ മൊബൈലിൽ പെരനുള്ളിൽ എത്തുക. പിന്നെ ഈ ചായപ്പൊടിയൊക്കെ ആര് വരാനാണ്? ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് നമ്മുടെ നാടിനോട് ഒരു കുറവില്ല. എന്തിനറിയാൻ പറഞ്ഞത്? ഈ ഓൺലൈൻ വ്യാപാരത്തിനെ കുടിനേന്റെ കാലം നമ്മുടെ ഈ നാട്ടിലെ എല്ലാ വ്യാപാരികളും അറിയാലോ. എല്ലാ പുസ്തക വ്യാപാരികളും തുടങ്ങി പാഞ്ഞു പോവാണ്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എന്നാ സ്ഥിതി? നമ്മുടെ നാട്ടിലെ ആളുകളെ എല്ലാവരും കയ്യൊക്കെ സഹായിക്കുന്നതാരാ? നമ്മുടെ വ്യാപാരികൾ. ആ വ്യാപാരം നടത്താനുള്ള ഫലം നമ്മുടെ കച്ചവടം കൂട്ടിപ്പോവില്ലേ? ഈ പറഞ്ഞ 100% കറക്റ്റാ കുട്ടിയെ എല്ലാവരും സഹായിക്കാൻ നമ്മളെ ഉള്ളൂ. പക്ഷെങ്കില് ഇന്നലെ ഇവിടെ ഓൺലൈനിന്റെ കുണ്ടൊക്കെ എടുത്ത് തിരിഞ്ഞ് കളിച്ചിട്ട് അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഓർക്ക് എന്റെ പേരാണ് അറിയണ്ടേ. ആ ഞങ്ങളുടെ വലിയൊരു പ്രതിയായിട്ട് വന്നതാ. ഇന്റെ കുട്ടി ഓൺലൈനിൽ തന്നെ വാങ്ങുന്നത്. ഈ അങ്ങാടിയിലെ വീടൊന്നും അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല.
നാട്ടിലൊരു സമ്മേളനം നടത്തി. അതിലൊരു സമ്മാനം വിളിക്കാൻ ഈ കൊല്ലം എത്രാമത്തെ പിരിവിനെ പറ്റി വന്നു കിട്ടുന്ന വല്ല പിടിപാടും ഉണ്ടാക്കും. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടെങ്കിലും നമ്മളൊരു പൈസ വാങ്ങണേ വേലാഞ്ഞ് കേൾക്കണം. ഞാനൊക്കെ എത്ര പ്രാവശ്യം വരെ ചെന്നിട്ട് നമ്മളെ തെരുവോട്ടത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ഈ കുന്നത്തുപാല മുതൽ ആ ജ്യോതി ബസ് സ്റ്റോപ്പ് വരെ ഒരു മാനദണ്ഡമില്ലാത്ത കച്ചവടങ്ങളാണ് നടക്കുന്നത്. നമുക്കൊരു വീട് വരണമെങ്കിൽ പഞ്ചായത്ത് ലൈസൻസ്, ലേബർ ലൈസൻസ്, GST എല്ലാം വേണ്ട. 100 കൂട്ടം നൂലാമാല. ഒരു തേങ്ങി വേണ്ട. വണ്ടി കൊണ്ടുവരാ, ചെരിഞ്ഞിടുക, വിൽക്കുക, പോവുക. ഒരു പ്രശ്നമില്ല. ഒക്കെ ശരിയാവും. നമ്മളെ കായ് ഇതിന് നിങ്ങളൊന്നും നോക്കണ്ട. നിങ്ങൾ പോയി കഴിഞ്ഞാൽ സമ്മാനം നടത്തിക്കോളി. അല്ല നമുക്ക് രസീതൊന്നുമില്ലേ? വേലായുധ അക്കായി പോയി. പ്രസിഡന്റ് ഓൻ നിൽക്കൂല. അടുത്ത പിരിവിനെ ഓണം കാണുള്ളൂ. എന്ത് വിശേഷം ഇങ്ങനെ പോണ്. അത് പറഞ്ഞപ്പ മോളെ കല്യാണം കഴിഞ്ഞ വൈകി ഇങ്ങനെ വരുന്നുണ്ട്. ആളുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഓളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാനൊരു ലോണിനും വേണ്ടി ഇവിടുത്തെ 3-4 ബാങ്കിൽ കയറിയിരുന്നു. എന്റെ അവസ്ഥ ഞങ്ങളോട് പറയുകയാണെങ്കിൽ 100 കൂട്ടം പേപ്പറുകളെ അവർക്ക് വേണ്ടിയത്. അങ്ങോട്ട് കയറുന്നതിനും ഇങ്ങോട്ട് ഇറങ്ങുന്നതിനും എല്ലാത്തിനും പേപ്പർ. അവസാനം എനിക്ക് അങ്ങോട്ട് പ്രാന്തായി. ഞാൻ പറഞ്ഞോളോട് എന്റെ കുട്ടി പഠനം നിർത്തിക്കാളി. നല്ലൊരു ആലോചന വന്ന വാപ്പ കെട്ടിച്ചയച്ചതാ. അല്ലാതെ ഈ പേപ്പറും കൊണ്ട് ഇന്റെ ചെരുപ്പ് ചെയ്യാനല്ലാതെ ഇവർക്ക് വാങ്ങുന്ന എല്ലാ ചെറുപ്പ് കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. സംഘടനയിൽ കൊടുക്കാൻ പൈസ കിട്ടുമോ? അതിനും വേണ്ട. നീ പേപ്പർ കാര്യമൊക്കെ അത് ശരി. ഞാൻ നാളെ തന്നെ ഓഫീസിൽ പോയി കൊണ്ടു കൊടുക്കണം. ഉണ്ട്. അതുണ്ട്. അത് ശരി. എന്റെ കുട്ടിക്ക് എപ്പം തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓളെ പഠനം കൊടുക്കണില്ല. 2 ലക്ഷം ഞാൻ നാളെ തന്നെ കൊടുക്കാം. ഓ നമ്മുടെ ഇവിടെ സ്കൂളിൽ നിന്ന് തുടങ്ങിയ ബന്ധല്ലേ പ്രസിഡന്റ്? 5-6 വർഷമുണ്ടോ? അത് പറയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് വരുന്ന ചായ വെച്ചിട്ട് പോയാൽ മതി. പഠിക്കാന് ഉള്ളിവടുണ്ട്, സമൂസ ഉണ്ട്, പൊരിച്ചത്തിനുണ്ട്, നേന്ത്രപ്പഴുണ്ട്. പഴം പേടിയല്ല പക്ഷേ പഴമാണ്. നമ്മള് ഒരു 12 വാങ്ങിയ പഴം നല്ല പഴ. അല്ല വാസോ, എന്താ പല പാട്ടും കൂത്തൊക്കെ നടക്കുന്നുണ്ടോ? നമുക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും പ്രശ്നം തന്നെയാണ്. കയ്യൂട്ടൂടെ കയ്യൂട്ടൂടാ. ഒന്നും മിണ്ടാന്ന് അന്റെ ചായന്റെ കായ് വേണം ഇവിടെ. ഈ ഒരു കാര്യം ചെയ്യും, കൈകോട്ട് കുട്ടിയൊക്കെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കിട്ടോ, കത്തിച്ച് പോയിക്കോ. ആ
പ്രസിഡന്റ് രണ്ട് കണ്ണുണ്ടായിട്ട് ഇവിടെ മനുഷ്യന് രണ്ടു തരം മുട്ടിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് വാസുവിനെ പോലത്തെ ആൾക്കാർ ഇങ്ങനെ നടന്നായിട്ട് കുടുംബം വെച്ചത്. സമ്മതിക്കമാണ്. അതിന്റെ മോള് മൂത്തോട് പാത്തു കറക്റ്റ് ചെയ്യണ്ട്. ഇല്ല, ആശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരു ഇതില്ല. നമുക്കൊക്കെ എന്തെങ്കിലും പറ്റിയാൽ ആകുള്ളത് അതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. നമ്മളെ മമ്മയുടെ മോനല്ല പ്രസിഡന്റിനെ അറിയില്ലേ? കഴിഞ്ഞ ആഴ്ച മരിച്ച നമ്മളെ മമ്മയുടെ മോനെ ഫോറിനിലേനി. ആ വേറെ നമ്മളെ ഫോറിനിലുള്ള എല്ലാം മോനെ ഇതിന്റെ വന്ന് അതിന്റെ ആഴ്ച മരിച്ചെന്ന് പറയാനില്ല. ആര് ഇരിക്കുക എന്ത് ചായണ്ടേ? അതല്ല ഇങ്ങനെ ഒരെണ്ണം അറിയില്ലേ വാപ്പന് 5 മാസം കണക്കുണ്ട് ഇവിടെ. എപ്പോഴും അറിയില്ല വേലായുധനും ഞാനും മമ്മൂതൊക്കെ ഒരു കെട്ടേനി. വ്യാപാരിയുടെ പ്രസിഡന്റ് അത് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാൻ പോണ കാലത്ത് നല്ല ബിസിനസ് ഒന്നല്ല. ഞാൻ അവിടെ അറിയിക്കടിക്കല് ഏത് കണ്ടു പോകാൻ പോകും. പക്ഷേ ഞാനവിടെ പരിഹാരം നമുക്കൊരു കുട്ടി തോന്നും. നമ്മളെന്ത് ഈ മുഖ്യന്റെ അല്ലാത്ത ഡീസൽ ഡീസലിന്റെ മുഖേല് സംഭവം അതിശക്തമായ വന്നിട്ട് ലക്ഷിന്റെ വെച്ചോളൂ ആ കേട്ട് അല്ല പോലെ എനിക്ക് കണക്കൊരു 5-8 മാസം കൂട്ടാണ്ട് പിന്നാണെന്തെങ്കിലും വേണം. ശുക്കൂറ ഈ പകരവിടെ ശുക്കൂറ ആൾക്കാർക്ക് മുതൽ കിട്ടുന്നവർക്ക് ശുക്കൂറ ഇത് തേങ്ങയാണ്. എന്തിന് പ്രസിഡന്റ് ആരോട് പറയാനാ? വിവേകാനന്ദനാക്കുന്നത് മുതലാണ്. ഞാൻ പറയാം കണക്കൊന്ന് തീർത്താൽ മോനെ 8400 ഉറുപ്പിയുണ്ട്. വാപ്പന്റെ 3-4 മാസം കണക്കുണ്ട്. അനക്ക് പറ്റോ? മമ്മയുടെ പറ്റി തീർന്നു അല്ല നാട്ടുകാർക്ക് പറ്റുമെടുത്ത് ഞാൻ പറയുന്നത് പ്രസിഡന്റ്
വല്ലാത്തൊരവസ്ഥ. അല്ല, ആരും പുരുഷോ കുറച്ച് ദിവസമല്ല കണ്ടിട്ട്. എവിടെയാണ്? ആ, എന്നിട്ട് പട്ടാളത്തിക്കോ? ഈ സൈക്കിൾ എട്ടൊക്കെ അറിയാത്ത അന്ന് വിമാനം ഉണ്ടാക്കാൻ വിളിച്ചു. ഇത് കണ്ടോ, ഇതിൽ ചായപ്പൊടി ഉണ്ട്, പഞ്ചാറുണ്ട്, കാപ്പിപ്പൊടി ഉണ്ട്, ചുടുവെള്ളം ഉണ്ട്, ഗ്ലാസ് ഉണ്ട്. എന്റെ കുട്ടി ഇഷ്ടം പോലെ മുട്ടി കുടിച്ചോ. 100 അഭിപ്രായം ഒരു ചായക്ക് തന്നെ. അത് തിന്നാന്തെങ്കിലും വേണം. എന്തെങ്കിലും തിന്നുണ്ടാവും. നെയ്യപ്പം തീരെ 5-8 നെയ്യപ്പല്ല പക്ഷെ അവിടെ പൈപ്പ് കിടന്നില്ലേ. എന്റെ കുട്ടികളെ ഈ പട്ടിണിക്കില്ലല്ലോ. എന്ത് കിട്ടിയാലും അടക്കം മുഴുങ്ങാനോ സംഭവം. കുട്ടിയെ വന്നിട്ട് എടുക്കാം, ചൂടുള്ള കുട്ടികളുണ്ട്. കുട്ടി വിളിച്ചു തിന്നല മകളുടെ പറയാൻ നെറ്റിട്ട് തൊട്ടുന്നത് ഇവിടെ മനുഷ്യന്മാര് പട്ടിണിയാക്കുന്ന കാത്തോടെ എനിക്ക് അറിയില്ല പ്രസിഡന്റ്. നേരം പഠിച്ച് ഞാൻ തുറന്ന് കൂട്ടുമ്പോൾ എല്ലാം മുഴുവൻ വണ്ടി വരും. കുക്കൂര് ഈ കുമരൻ സിംഗിനെ അടിച്ചു വെക്കാം. വേലാങ്കല്ലേ ഭൂപേന്ദ്ര സിംഗോ അല്ല പ്രസിഡന്റ്, കുറെ നേരമായിട്ട് അവിടെ ഇങ്ങനെ 2-3 ആൾക്കാരൊക്കെ പോകും അടി കൊണ്ടുവന്ന കൃഷി നടക്കുന്നത്. എന്താ സംഭവം എനിക്കറിയില്ല. കുറെ നേരമായിട്ട് അങ്ങനെ നോക്കുന്നുണ്ട്. എന്താണെങ്കിലും എന്താ നമ്മളെന്നത്തേക്ക് തന്നെ വരുന്നത് എനിക്കറിയില്ല. തമ്പുരാനെ വീടിന്റെ ഔട്ടുണ്ടോ? എന്താ വീടിന്റെ ഔട്ടാണ് കോലും കണ്ടുപിടിച്ച് കളിക്കണേ? ഇവരെന്താ മുണ്ടണില്ലേ? എന്താണ് വീടിന്റെ ഔട്ട് വന്നിട്ടാണോ നിങ്ങൾ കളി കളിക്കണേ? എന്താണ് മനസ്സിലാക്കി? പ്രസിഡന്റ് കണ്ടിട്ട് എന്റെ വീടിന്റെ ഔട്ട് വന്നിട്ട് ഓരോ അടുത്തമ്മലെ കോല് കുത്തല്. ഞാനൊന്നും സംസാരിക്കുന്നു. എന്താണ് സാറേ എന്താണ് പരിപാടി? റോഡ് വികസനത്തിന് വേണ്ടി അപ്രോച്ച് ചെയ്യാനുള്ള ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ തടി പറയരുത്. നിങ്ങളെ സുപ്രഭാതത്തിൽ വന്നിട്ട് കടയുടെ ഉള്ളിൽ കയറി ഒരു നാട്ടി അതൊന്നും അനുവദിക്കില്ല സാറേ.
നിങ്ങൾ നിയമം നടപ്പിലാക്കിയേ പറ്റും. നിങ്ങൾ അതിന് തടസ്സം കിട്ടുക. ഞങ്ങൾ വികസനത്തിനെതിരല്ല, പക്ഷെ അത് മാനസികമായിരിക്കണം. ഞങ്ങൾക്ക് മര്യാദയുള്ള പ്രതിഫലം നൽകാം. ശരിയാണ്, നിങ്ങൾ പറഞ്ഞ ന്യായമുണ്ട്. മറ്റു സ്ഥലങ്ങളിലേക്ക് വരച്ചു മാറ്റുന്നതിനുള്ള അവകാശം അത് രേഖാമൂലം തരണം. എല്ലാം ശരിയാണ്. അല്ലെങ്കിലല്ലോ ഈ കടയിൽ കട പൊളിക്കാനോ അല്ലെങ്കിൽ ഒഴിയാനോ പറഞ്ഞാൽ അതിനൊന്നും ഞങ്ങൾ അനുസരിച്ച് പ്രശ്നമില്ല. ശരിയാണ്, നിങ്ങൾ പറഞ്ഞ എല്ലാത്തിനും ന്യായമുണ്ട്. പക്ഷെ നിങ്ങൾ വ്യാപാരികൾ വെച്ചാലും ഒന്നിച്ചിരുന്നാൽ ചെയ്യാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ സർക്കാർ പറഞ്ഞ് ഞങ്ങൾക്ക് മാറ്റിച്ചേ പറ്റും. ഞങ്ങളൊരു ഉദ്യോഗസ്ഥൻ മാത്രം. നിങ്ങൾ പാലിച്ചേ പറ്റും. ഓക്കെ, നിങ്ങൾ കുറ്റിയടിച്ച് പോയിക്കാം. ഞങ്ങൾ പാർട്ടി ഞങ്ങൾ ശരി, നിങ്ങൾ നോക്കിക്കോ. നീ ബേജാറാണ്. ഒന്നും സംഭവിക്കാൻ പോണില്ല. ഇതിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാവും. പ്രസിഡന്റ്, എന്റെ കുട്ടികളെ പോറ്റാൻ വേണ്ടി 10-40 കൊല്ലം കച്ചവടം ചെയ്ത പീടിയത് ഇതാണ്. ഓന് വന്നൊരു കോല തുപ്പിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞത്. നീ ബേജാറാണ്. ബേജാറുണ്ടാവും പ്രസിഡന്റ്. ഇനി എന്തെന്നറിയാത്തവർക്ക് ബേജാറാണ്. എനിക്കറിയില്ല, എന്റെ മാസുവിന്റെ കല്യാണം, എന്റെ കടകളൊക്കെ ഞാൻ എങ്ങനെ വീട്ടിൽ എനിക്കറിയില്ല. നാടകത്തിന്റെ 1ാം ഘട്ടം അവസാനിക്കുമ്പോൾ 45 വർഷത്തെ ചെറിയത് പോലെയാണ് അല്ല അത് ഒറിജിനലുള്ള ഫാൻസി ഫാൻസി വീരാന്റെ പെണ്ണുങ്ങളുണ്ട്.
അതായത് ഇരാൻ ഒക്കെ ശരിയാവും, വളരെ ശരിയാവും. നമ്മൾ വന്നത് ശരിയാവും. അങ്ങനെയാണ് തയ്യാറാണ് ഞങ്ങൾ വന്നത്. ശ്രീലങ്ക നമ്മുടെ സംഘടനയുടെ ആശ്രയ പദ്ധതിയിൽ അംഗമായി. ഇപ്പോൾ അതിന്റെ മരണശേഷം 10 ലക്ഷം രൂപയുടെ Yes.